ഇപ്പോൾ പശ്ചിമ ബംഗാളിൽ നിന്ന് വിവരങ്ങളുമായി വോട്ടെടുപ്പിൻ്റെ വിവരങ്ങളുമായി രാജേന്ദ്രൻ ചേരുകയാണ്. രാജേന്ദ്രൻ, ഇപ്പോൾ രണ്ടാം ഘട്ടത്തിൽ 40% പോളിംഗ് എന്നുള്ളതാണ് വരുന്ന വിവരം. അതായത് ദേശീയ ശരാശരിയേക്കാൾ മുന്നിലാണ് പോളിംഗ് ബംഗാളിൽ ഇപ്പോൾ, അല്ലേ? രണ്ടാം ഘട്ടത്തിൽ പൊതുവെ അത് ഇപ്പോൾ മാത്രമല്ല, നമ്മൾ എല്ലാ കാലത്തും അത് ഏത് തിരഞ്ഞെടുപ്പായാലും പശ്ചിമ ബംഗാളിൽ കനത്ത പോളിംഗ് ആയിരിക്കും. ഏറെക്കുറെ എല്ലാ തിരഞ്ഞെടുപ്പുകളിലും 80% മേൽ പോളിംഗ് രേഖപ്പെടുത്താറുണ്ട്. എന്നാൽ കഴിഞ്ഞ ഘട്ടത്തിൽ ആ പോളിംഗ് ശതമാനം 76% കുറഞ്ഞു. കഴിഞ്ഞ ഘട്ടത്തിൽ 6% പോളിംഗ് കുറഞ്ഞു. അത് ദേശീയ തലത്തിൽ പൊതുവെ പോളിംഗ് കുറഞ്ഞതിൻ്റെ ഒരു പ്രതിഫലനം ബംഗാളിലുമുണ്ടായി. അത് ദേശീയ തലത്തിൽ ആ ഒരു ട്രെൻഡ് അത് BJPക്ക് തിരിച്ചടിയാവുമെന്നാണ് പൊതുവെ വിലയിരുത്തുന്നത്. അതാണെങ്കിൽ അതേ ട്രെൻഡ് തന്നെയാണ് ഇവിടെയെങ്കിൽ സ്വാഭാവികമായിട്ടും BJPക്ക് ഇവിടെ തിരിച്ചടി ഉണ്ടായേക്കാം. എന്നാൽ ഇപ്പോഴാവട്ടെ ഈ ഘട്ടത്തിൽ ഇന്ന് മൂന്നാം ഘട്ട പോളിംഗാണ് നടക്കുന്നത്. മൂന്നാം ഘട്ട പോളിംഗിൽ നല്ല ശക്തമായ പോളിംഗാണ് ഇതുവരെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമുക്കിനി ഉച്ചയ്ക്ക് ശേഷം എങ്ങനെയാവുമെന്നറിയില്ല. ഇവിടെ എല്ലാം കനത്ത ചൂടാണ്. അതുകൊണ്ട് രാവിലെ വോട്ടർമാർ കൂട്ടത്തോടു കൂടി വന്ന് വോട്ട് രേഖപ്പെടുത്തിയെന്നാണ് നമ്മൾ അനുമാനിക്കേണ്ടത്. ഇവിടെ 40% മേൽ പോളിംഗ് ഉണ്ട്. ഏറ്റവും അധികം പോളിംഗ് രേഖപ്പെടുത്തിയത് മുർഷിദാബാദ് മണ്ഡലത്തിലാണ്. മുർഷിദാബാദ് മണ്ഡലത്തിൽ CPMൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗം മുഹമ്മദ് സലീമാണ് മത്സരിക്കുന്നത്. അവിടെ ശക്തമായ ത്രികോണ മത്സരമാണ് നടക്കുന്നത്. കഴിഞ്ഞ തവണ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി 2.5 ലക്ഷം വോട്ടുകൾക്കാണ് അവിടെ വിജയിച്ചിരുന്നത്. എന്നാൽ ഇത്തവണ സ്ഥിതി വ്യത്യസ്തമാണ്. മുഹമ്മദ് സലീമിന് വ്യക്തമായ മേൽക്കൈയുണ്ട്. മുഹമ്മദ് സലീമിനെ കോൺഗ്രസും പിന്തുണയ്ക്കുന്നുണ്ട്. അതേസമയം പോളിംഗ് ഏറ്റവും കുറവ് രേഖപ്പെടുത്തുന്നത് വടക്കൻ മാൾഡ മണ്ഡലത്തിലാണ്. വടക്കൻ മാൾഡ മണ്ഡലത്തിൻ്റെ പ്രത്യേകത അത് BJPയുടെ സിറ്റിംഗ് സീറ്റാണ്. അവിടെ പോളിംഗ് ഏതാണ്ട് 30% മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതെന്തെങ്കിലും ഒരു ട്രെൻഡാണോ എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കില്ല. പക്ഷേ BJPയുടെ സ്വാധീന മേഖലയിൽ പൊതുവെ വോട്ടെടുപ്പ് മന്ദഗതിയിലാണ്. ഇടതുപക്ഷത്തിൻ്റെ സ്വാധീന മേഖലയിൽ കനത്ത പോളിംഗ് ഉണ്ട്. ഇത് നമുക്കൊരു ട്രെൻഡാണെന്ന് ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കില്ല. ഇതൊക്കെ മാറി പറയാം. പക്ഷേ അതാണ് ഇതുവരെ നമുക്ക് പറയാവുന്നൊരു കാര്യം. വോട്ടെടുപ്പ് നടക്കുന്ന ശരി രാജേന്ദ്രൻ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഈ ഘട്ടത്തിൽ കാണുന്ന ചില പ്രത്യേകതകളാണ് പശ്ചിമബംഗാൾ ഇപ്പോൾ കൊൽക്കത്തയിൽ നിന്ന് രാജേന്ദ്രൻ ഈ വിവരങ്ങളിലൂടെ നമ്മളുമായി പങ്കുവച്ചത്.